ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? നമ്മളത് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് വാങ്ങിച്ചാലല്ലേ നമുക്കതിൻ്റെ കംപ്ലീറ്റ് ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതല്ലാണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു കോട്ടൺ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ കുർത്തിയോ കോട്ട് സെറ്റോ നമ്മൾ വാങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളൊരു 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അതിൻ്റെ യാൺ കൗണ്ട് നമുക്ക് നോക്കാൻ പറ്റും. അതായത് യാൺ കൗണ്ട് എന്ന് പറയുമ്പോൾ കോട്ടണിലാണെങ്കിൽ നമുക്കൊരു 60 യാൺ കൗണ്ട് ഉണ്ടെങ്കിൽ അത് നൂലുകളുടെ ഇഴകളുടെ എണ്ണമാണ് അത്. അങ്ങനെ ഉണ്ടെങ്കിൽ 60 ആണെങ്കിൽ അത് അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ളൊരു കോട്ടൺ ആണ്. അതേസമയം അതൊരു 40 കൗണ്ട് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ഫാബ്രിക്കായിട്ട് മാറും. പിന്നെ ഒരു GSM ആണ്. GSM നമുക്ക് കുറേ വെറൈറ്റീസ് ഓഫ് GSMൽ നമുക്ക് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. നമ്മുടെ ഒരു ഇന്ത്യൻ ക്ലൈമറ്റിന് ഏറ്റവും ബെസ്റ്റായിട്ട് വരുന്നത് ഒരു 90 to 120 GSMൽ വരുന്ന ഫാബ്രിക്സ് ആയിരിക്കും. അതായിരിക്കും നമുക്ക് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ ഫാബ്രിക്സ് വരുന്നത്. ആക്ച്വലി ഈ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നത് കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡ്സ് മാത്രമായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ അതിൻ്റെ ഒരു ക്വാളിറ്റിയും എല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അർദ്ധയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോട്ടൺ എടുക്കുന്നതാണെങ്കിൽ നമ്മുടെ 60 ക്യാമ്പ്രിക് കോട്ടൺ ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെല്ലാം. GSM മോസ്റ്റ്ലി ഒരു 90 to 120 ഇടയ്ക്കായിരിക്കും നമ്മുടെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും GSM വരുന്നത്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഫാബ്രിക് ഓൺലൈനിൽ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും.